മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ കെ.എസ്.യു പ്രവർത്തകരെ മർദ്ദിച്ച സംഭവം ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്നും സംഭവവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സർക്കാരിന് ലഭിച്ചാൽ കൃത്യമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി എം ലിജു ആലപ്പുഴയിൽ പറഞ്ഞു. നിയമം കയ്യിലെടുക്കുന്ന രീതിയിലുള്ള ഏത് നടപടിയും അംഗീകരിക്കാനാകില്ലെന്ന് വ്യക്തമാക്കിയ മന്ത്രി സംഭവത്തിൽ ഉൾപ്പെട്ടവർക്കെതിരെ സർക്കാർ കർശന നിലപാട് സ്വീകരിക്കുമെന്നും പറഞ്ഞു. ആലപ്പുഴയിലെ കെ.എസ്.യു പ്രവർത്തകരെ, കെ.എസ്.യു നേതാക്കന്മാരെ മർദ്ദിച്ചത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാവുന്ന ഒരു നടപടിയായിരുന്നില്ല. അന്നു മുതൽ തന്നെ UDF-ഉം കോൺഗ്രസും എല്ലാ സംഘടനകളും അതിനെ അതിശക്തമായി അപലപിച്ചാണ്. അതുമായി ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ ശക്തമായ നടപടിയാണ് സർക്കാർ സ്വീകരിച്ചത്. നിലവിൽ ആരൊക്കെ അതിനെക്കുറിച്ച് ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്. ഇതിൻ്റെ റിപ്പോർട്ട് സ്വാഭാവികമായും ഗവൺമെൻറ് മുമ്പിലുണ്ടെങ്കിൽ കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാവും. അതിപ്പോൾ അതല്ലാതെ നമ്മൾ ബാക്കിയൊക്കെ ഊഹാപോഹങ്ങളാണല്ലോ. അപ്പം നമുക്കിപ്പോൾ നടപടി കൃത്യസമയത്ത് എടുക്കേണ്ട സമയത്ത് എടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അതോടൊപ്പം തന്നെ ഏതൊരു വ്യക്തിയെയും, അത്തരത്തിൽ പ്രതിഷേധിക്കുന്ന ഏതൊരു വ്യക്തിയെയും ഇത്തരത്തിൽ മർദ്ദിക്കാനുള്ള അവകാശം ഒരു ഫോഴ്സിനുമില്ല. അന്നവിടെ തോമസിനെയും അജയ് ജുവൽ കുര്യാക്കോസിനെയും മറ്റ് കുട്ടികളെയുമൊക്കെ ആക്രമിച്ചത് മൃഗീയമായ രീതിയിലാണ്. അതിനകത്ത് എല്ലാ പരിധികളും ലംഘിച്ചു. നമുക്കൊരു സമരത്തിൽ പങ്കെടുക്കുന്ന ചെറുപ്പക്കാരെ പ്രതിരോധിക്കുന്നതിന് പോലീസിന് ഉപയോഗിക്കാവുന്ന ഒരു ഫോഴ്സിൻ്റെ ഒരു പരിധിയുണ്ട്. ഇവിടെ ഇതെല്ലാ പരിധിയും ലംഘിച്ചുകൊണ്ടാണ് അവരുടെ തലയടിച്ച് തകർത്തത്. അപ്പോൾ അത്തരത്തിൽ പ്രവർത്തിച്ചവരെ ഒരാളെയും നിയമത്തിൻ്റെ കരങ്ങളിൽ നിന്നും ഒരാൾ നിയമത്തിൻ്റെ കരങ്ങളിൽ നിന്ന് രക്ഷപ്പെടരുതെന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാം നിലപാട്. കെ.എസ്.യു പ്രവർത്തകരെ മർദ്ദിച്ചവരെയും അതിനു പിന്നിൽ നിർദ്ദേശം നൽകിയവരെയും സർക്കാർ സംരക്ഷിക്കില്ല. സംഭവവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സർക്കാരിന്റെ പരിഗണനയിൽ എത്തിയാൽ വസ്തുതകൾ പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു.